നിങ്ങൾക്ക് കോള് വന്നാലും കോൾ അങ്ങോട്ട് ചെയ്താലും സ്പീക്കർ ഓൺ ചെയ്ത് വേണം സംസാരിക്കാൻ. ശരി മാഡം. അശോ ചേച്ചിയുടെ മാലയല്ലേ? ഇതെന്താ എവിടെ ഇരിക്കുന്ന? അശോചി, അശോ ചേച്ചി, 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 ഈ ചേച്ചിക്ക് ഒരു ശ്രദ്ധയില്ല, മറവിയ എല്ലാ കാര്യത്തിനും. നമ്മുടെ ആമക്കരി വാർഡിന്റെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി അതിലെല്ലാ വോട്ടർമാരെയും ആഡ് ചെയ്യണം. അതിലൂടെ വേണം രമേശ് പായിപ്പാടിന്റെ വാർഡ് വികസന സ്വപ്നങ്ങൾ പങ്കുവയ്ക്കാൻ. പിന്നെ ഫ്ലെക്സും പോസ്റ്റും പ്രകടന പത്രികയും എല്ലാം കൃത്യസമയത്ത്. രമേശേട്ടാ, എന്താ കുട്ടി? ആ ഫോൺ ഒന്ന് കട്ട് ചെയ്യ്. എന്തിനാ കട്ട് ചെയ്യാൻ? ബാക്കി നമുക്ക് നേരിട്ട് കണ്ട് ചർച്ച ചെയ്യാം. ഓക്കെ. എന്നെ ചില വോട്ടർമാർ കാണാൻ വന്നിരിക്കുന്നു. എന്ത് ചെയ്യാനാ, മെമ്പർ ആകുന്നതിന് മുമ്പേ നിവേദനമായിട്ട് എത്തിയിരിക്കുക. ഓ ശരി, അപ്പൊ കാണാം. ജയിക്കുന്നു. എന്താ അച്ചുകുട്ടി നിന്ന് കിതക്കുന്നത്? എന്തെങ്കിലും അസ്വസ്ഥത തോന്നുന്നുണ്ടോ? ഹോസ്പിറ്റലിൽ പോണോ? വേണ്ട, എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ എന്താ? ഇത് നിന്റെ മാലയല്ലേ? അതെ. ഇലക്ഷൻ വർക്കിന് കാശ് വേണ്ടേ? രമേശ് ചേട്ടൻ ഇത് കൊണ്ടുവന്ന് വിറ്റോ, എന്നിട്ട് എത്രയും പെട്ടെന്ന് വർക്ക് തുടങ്ങും. അയ്യോ, ഒരിക്കൽ ഈ മാല പണയം വെക്കാൻ നോക്കിയപ്പോ അമ്മാവന്റെ കയ്യിൽ നിന്ന് കിട്ടിയ തരിപ്പ് ഇതുവരെ അങ്ങോട്ടും മാറിയിട്ടില്ല. പിന്നെ വിൽക്കാൻ നോക്കിയാ പറയണോ? അങ്ങനൊന്നും ഉണ്ടാവില്ല. രമേശ് ചേട്ടൻ ഇത് കൊണ്ടുവന്ന് വിറ്റ് കാശെടുത്തോ. ബാക്കിയെല്ലാം ഞാൻ നോക്കിക്കോളാം. രമേശ് ചേട്ടൻ എന്തുണ്ടായാലും എന്റെ കൂടെ നിന്നാ മാത്രം മതി. അത് ഞാൻ നിന്റെ കൂടെ അല്ലാതെ വേറെ ആരുടെ കൂടെ നിൽക്കാനാ ചൂട്ടി? അയ്യോ, രമേശേട്ട മാല മാറ്റ്. ദേ, അമ്മ അരവിന്ദും വരുന്നു. എന്താ രണ്ടും കൂടെ ഇവിടെ നിന്നൊരു കിണുങ്ങക്കം? അകത്തൊന്നും സ്ഥലമില്ലേ? രമേശേട്ടൻ ഇലക്ഷൻ വർക്കിന് ഇറങ്ങും അമ്മേ. അമ്പലത്തിൽ കയറിയിട്ട് പോണേന്ന് പറയാൻ വന്നതാ. അതെ പറ്റി, ഞാൻ എന്നാ പോയിട്ട് വരാം. അനുഗ്രഹിച്ചാലും ആശീർവദിച്ചാലും. ജയ് ഹിന്ദ്. രക്ഷപ്പെട്ടു.
അശ്വതി നിക്കവിടെ. എന്താ അമ്മേ? നിന്റെ മാല എന്തിയെ? അതമ്മേ കുളിക്കാൻ നേരത്ത് ഊരി വെച്ചതാ, ഇടാൻ മറന്നുപോയി. ഞാൻ എടുക്കട്ടെ? എന്നാലും എന്റെ അരവിന്ദേ, കല്യാണം വിളിക്കാൻ ചെല്ലുന്നിടത്തൊക്കെ എന്തൊരു സ്നേഹമാടാ. നിന്റെ കല്യാണം എന്ന് പറയുമ്പോഴേ എല്ലാവരുടെയും സന്തോഷം ഒന്ന് കാണണം. ഗോവിന്ദ, ഒരിക്കലും നടക്കില്ല എന്ന് വിചാരിക്കുന്ന കാര്യം നടക്കാൻ പോകുന്നു എന്ന് തോന്നലുണ്ടാവുമ്പോ അങ്ങനെയാ. സന്തോഷമല്ല, അത്ഭുതമായിരിക്കും എല്ലാവർക്കും. പിന്നെ സന്തോഷം തോന്നിയിട്ടുള്ളവരുണ്ടാവും, അത് ശത്രുക്കൾക്കായിരിക്കും. ഒരു പെണ്ണിന്റെ ജീവിതം എരിഞ്ഞടങ്ങാൻ പോവാന്നുള്ള സന്തോഷം കൂട്ടത്തിൽ കട്ടപ്പോകയാകാൻ പോകുന്നത് ഇവന്റെയും ജീവിതമായിരിക്കുമല്ലോ. മനുഷ്യ, അമ്മേ അമ്മേ, എന്റെ മാല, എന്റെ മാല കാണുന്നില്ല. എന്താ കാണുന്നില്ലെന്നോ? നീ എല്ലായിടും നോക്കിയോ? നോക്കിയമ്മേ, കാണുന്നില്ല. എടി, നീ എവിടെയാ മാല ഊരി വെച്ചത്? വാ ഇങ്ങോട്ട് നോക്കാം. ഇങ്ങോട്ടൊന്ന് വന്നേ നീ. എടി, നീ എവിടെയൊക്കെ പോയി? അടുക്കളയിലൊന്ന് പോയതേ ഉള്ളമ്മേ. ആഹാ, അടുക്കളയിലും പോയോ? എടാ മക്കളെ, താഴെയെങ്ങാനും വീണ് കിടപ്പുണ്ടോ നോക്കടാ. ആ ഭാഗത്തോട്ട് നോക്കിയേ. അമ്മേ, ഇവിടെ എങ്ങും കാണുന്നില്ല അമ്മേ. എന്റെ മാല എന്നാലും എവിടെ പോയി? ആരും എടുത്തോണ്ട് പോവാനില്ല. ആരും ഇവിടെ വരാനോ? നിനക്ക് പണ്ട് ഒരു കാര്യത്തിലും ശ്രദ്ധയില്ലല്ലോ. എല്ലാം തോന്നിയ പോലെ അങ്ങ് വലിച്ചു വാരി ഇടത്തില്ലേ? ഉത്തരവാദിത്വത്തോടെ സൂക്ഷിക്കാൻ പഠിക്കണം. മോളെ, ഓർമ്മയില്ലാതെ നീ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടാവും. നീ സമാധാനത്തോടെ നോക്കിയാ കിട്ടും. ഇനി നോക്കാൻ ഇവിടെ ഒരു സ്ഥലം ഇല്ലച്ചാ. ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കാതെ നോക്കൊന്ന്. അശോചി ചേച്ചി എന്തു പറ്റി? അവളുടെ മാല കാണാനില്ലെന്ന്. ഓ, അതാണോ? അത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ദേ, അടുക്കളയിലെ സ്ലാബിൽ ഊരി വെച്ചിരിക്കായിരുന്നു. ഞാനതെടുത്ത് ദേ ഇവിടെ